നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം തരം തുല്യതാ പാഠാവലിയിലെ മലയാളം പാഠാവലി അധ്യായം കുടിയൊഴിപ്പിക്കപ്പെടുന്നവർ എന്ന പാഠമാണ്. മലയാളത്തിലെ പ്രശസ്ത നോവലിസ്റ്റും ചെറുകഥാകൃത്തും എഴുത്തുകാരിയുമായ സാറ ജോസഫിന്റെ ആലാഹിയുടെ പെൺമക്കൾ എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് പ്രസ്തുത പാഠഭാഗം. ആലാഹിയുടെ പെൺമക്കൾ 1999 പ്രസിദ്ധീകരിച്ചത്. ധാരാളം വായനക്കാരെ നൽകിയ ഈ കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ചെറുകാട് അവാർഡ് തുടങ്ങി ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആലാഹിയുടെ പെൺമക്കൾ എന്ന നോവൽ 13 അധ്യായങ്ങളിലായിട്ടാണ് കാണപ്പെടുന്നത്. അതിൽ 9ാമത്തെ അധ്യായം എട്ടുമുറിക്കാർക്ക് എന്നതിലെ ഒരു ഭാഗമാണ് കുടിയൊഴിപ്പിക്കപ്പെടുന്നവർ എന്ന പാഠം. ആലാഹിയുടെ പെൺമക്കൾ ഒരു വല്യമ്മച്ചിയും ആ അമ്മച്ചിയുടെ പെൺമക്കളും അവരുടെ ജീവിതവും ചേർന്നതാണ്. ആലാഹിയുടെ മന്ത്രം ജപിച്ച് തങ്ങൾക്ക് പ്രതീക്ഷയും സംരക്ഷണവും ലഭിക്കുമെന്ന് വിചാരിച്ച് അവർ ആ മന്ത്രത്തിലൂടെ ആലാഹിയുടെ മന്ത്രം ചൊല്ലി അങ്ങനെ നാളുകൾ കഴിക്കുകയാണ്. വല്യമ്മച്ചിയുടെ മകളുടെ മകളായ ആനി എന്ന പെൺകുട്ടിയുടെ ചിന്തകളിലൂടെയാണ് ഈ നോവൽ മുന്നോട്ടു പോകുന്നത്. മുഷിഞ്ഞു നാറിയ ബെറ്റിക്കോട്ടും ജടപിടിച്ച മുടിയുമായിട്ട് അവൾ നടക്കുന്നു. അമരപ്പയർ പന്തലിന്റെ ചുവട്ടിലിരുന്ന് അവൾ അവളുടേതായ ചിന്തകളിലൂടെ ജീവിക്കുന്നു. നോവലിസ്റ്റിന്റെ ജന്മനാട് തൃശൂരിനടുത്ത് കുര്യാച്ചിറ എന്ന സ്ഥലമാണ്. കുര്യാച്ചിറ ഒരുപക്ഷെ കോക്കാഞ്ചിറയായിരിക്കാം. ഈ നോവലിലെ കഥാപാത്രങ്ങളെ പോലെ തന്നെ മറ്റൊരു കഥാപാത്രമാണ് കോക്കാഞ്ചിറ എന്ന പ്രദേശം. തൃശൂർ ഒരു നഗരമാണല്ലോ. ആ നഗരത്തിന്റെ വികസനത്തിനായിട്ട്, സൗന്ദര്യവൽക്കരണത്തിനായിട്ട് തൊട്ടടുത്ത കോക്കാഞ്ചിറ എന്ന പ്രദേശത്തെ ജനങ്ങളെ അവിടെ നിന്നും കുടിയൊഴിപ്പിച്ചിട്ട് അവിടെ ഒരു നഗരം സ്ഥാപിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ആ കാരണത്താൽ അവിടെ നിന്നും കുടി ഒഴിപ്പിക്കപ്പെടുന്നവരുടെ കഥ നമ്മളിവിടെ കാണുന്നു. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. കോക്കാഞ്ചിറയിലെ ഒരു 8 മുറി കെട്ടിടമുണ്ട്. ആ 8 മുറിയിൽ 8 വീട്ടുകാരാണ് താമസിക്കുന്നത്. ഏകദേശം ഒരു 40 വർഷക്കാലമായി അവരവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. നഗരത്തിൽ പോയി എന്തെങ്കിലും കൂലിപ്പണികളൊക്കെ ചെയ്ത് അവർ കഴിഞ്ഞുകൂടുന്നു. വളരെ പാവപ്പെട്ടവർ, ശുദ്ധ മനസ്സിന്റെ ഉടമകൾ. അവർക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ ജീവിച്ചു പോകുന്നു എന്നു മാത്രം. ആ 8 മുറിയിൽ അതിന്റെ രണ്ടറ്റത്തുമുള്ള വീട്ടുകാർ ഒരു ചായ്പ് വീതം ഉണ്ടാക്കി 2 കൂട്ടരെ കൂടി അവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 8 മുറി എന്നത് ചുരുക്കത്തിൽ ഇപ്പോൾ ഒരു 10 മുറി ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലത്ത് ഒരു വലിയ പ്രശ്നം അവിടെ ആവിർഭവിക്കുകയാണ്. ആ 8 വീട് അവരുടേതല്ല, അവിടെ താമസിക്കുന്നവരുടേതല്ല. യമണ്ടൻ വാറു എന്ന ഒരു മുതലാളിയുടേതാണത്രേ. അയാളുടെ അപ്പാപ്പൻ ചുമ്മാര് പണിതതാണെന്നും അതിന്റെ രേഖകൾ അയാളുടെ കയ്യിലുണ്ടെന്നും അയാൾ വാദിക്കുന്നു. ഇവിടുന്നാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. നമ്മുടെ കഥയിലെ ആലാഹിയുടെ പെൺമക്കൾ എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആനിയാണ്. ആനി എന്ന ഒരു ചെറിയ പെൺകുട്ടിയാണ്. അവളുടെ അമ്മാമ്മ മറിയഞ്ചേടത്തി. അവരുടെ കുടുംബം കോക്കാഞ്ചിറയിൽ വന്നു താമസമാക്കിയിട്ട് വളരെ കാലമായി. 8 വീട് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവർ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മാമ്മയ്ക്ക് കോക്കാഞ്ചിറയുടെ ചരിത്രം മുഴുവൻ അറിയാം.
അമ്മാമ്മയെ എട്ടുവീട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും വലിയ മതിപ്പാണ്. അമ്മാമ്മയുടെ വാക്കുകളെ അവർ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ അമ്മാമ്മ തുറന്നു പറയുകയാണ്, ഈ എട്ടുവീട് നിർമ്മിച്ചത് ചുമ്മാരല്ല, പിന്നെ ആരാണ്? അത് നമുക്ക് നോക്കാം. അമ്മാമ്മ പറയുന്നു, ഈ എമണ്ടൻ വാറു ഗുണ്ടടിക്കണ്, അതായത് കള്ളം പറയുന്നു എന്ന്. എട്ടുമുറിക്കാർ അമ്മാമ്മയ്ക്ക് ചുറ്റും കൂടി. എട്ടുമുറിയുടെ മുറ്റത്ത് ഒരു ബെഞ്ചിന്മേൽ അമ്മാമ്മ ഇരുന്നു. ആനി അമ്മാമ്മയെ ചാരി അങ്ങനെ നിന്നു. അമ്മാമ്മ പറയുകയാണ്, ആൾപ്പാർപ്പ് തുടങ്ങിയ കാലത്താ വന്നോരിന് ഉമ്മളും. അന്നിവിടെ എട്ടുമുറിയില്ല, കിട്ടുമുറിയില്ല. ആകെയുള്ളത് കുറെ തൊരടിയും തൊട്ടാവാടി, പിന്നെ കുറെ എരിക്കും പാവട്ടെ. അതാ വെട്ടിക്കളഞ്ഞിട്ട് ഇവിടെ ആദ്യമായിട്ടൊരു പെരിയ തല്ലിക്കൂട്ടിയത്. ദേ ഈ നിക്കണ നേരുകാരൻ എറപ്പായിരപ്പാപ്പനും അമ്മാമ്മി. എറപ്പായിരപ്പാപ്പൻ കറുത്ത് കുറ്റിയാനായിട്ടുള്ള പത്രോസ്. അന്ന് അവന്റെ ഉമ്മ കൊച്ചെറിയം 10 തികഞ്ഞിരിക്കണ്. ഉമ്മയും മാപ്പിളിയും കൂടി കളച്ച് മണ്ണ ചവിട്ടിക്കുഴച്ച് ഇഷ്ടിയുണ്ടാക്കി. കരിങ്കല്ലിന്റെ ഉറപ്പണ് ഓരോ ഇഷ്ടിയയ്ക്ക്. അവരുടെ കയ്യിന്ന് പെട്ടി മേടിച്ച് ഇഷ്ടിയുണ്ടാക്കിയിട്ടാണ് ഉമ്മറോടത്തെ ചായ്പ് പിടിച്ചത്. ഒരു മുറിയും അടുക്കളി. അതിന് ഇവിടെ ആദ്യം ഉണ്ടായ പെര. അത് തല്ലിക്കുട്ടിയത് ചുമ്മാരും കിമ്മാരും ഒന്നുമല്ല, പത്രോസും കൊച്ചറയുമാണ്. അമ്മാമ്മ ഉറപ്പിച്ച് പറയുകയാണ്, കോക്കാഞ്ചിറയിൽ ഈ 8 മുറി ആദ്യമായിട്ട് പണിതത് നേരുകാരൻ എറപ്പായിയുടെ അപ്പാപ്പനും അമ്മാമ്മയുമാണെന്ന്. അവരിവിടെ വരുന്ന കാലത്ത് അവിടെ മുഴുവൻ പുല്ലുകളാണ്, തൊട്ടാവാടിയും തൊരടിയും അങ്ങനെയൊക്കെയുള്ള പുല്ലുകളാണ്. അതൊക്കെ വെട്ടിമാറ്റി അവർ മണ്ണ് കുഴച്ച് ഇഷ്ടികയുണ്ടാക്കി. അങ്ങനെ അവർ സ്വയം നിർമ്മിച്ചതാണ് ഈ 8 മുറി വീടെന്ന് അമ്മാമ്മ ഉറപ്പിച്ചു പറയുന്നു. ഇനിയിപ്പോ ചുമ്മാരും നേരുകാരന്റെ ആരും തമ്മില് വല്ല ഇടപാടുണ്ടായിരുന്നോന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മള് നോക്കുമ്പോ ഓരോരുത്തരാ വരണ്, ഇഷ്ടിയാ പിടിക്കണ്, ഇള്ളേന്റെ കൂടെ കുട്ടിയാ കെട്ടണ്. ഇങ്ങനെ 2 മുറിയും 4 മുറിയും ഒക്കെ ആയതിന്റെ ശേഷം അത് 8 മുറിയായി. കൊഞ്ഞനം കുത്തിയിട്ടുള്ള അതിന്റെ നിൽപ്പ് കണ്ട അറിഞ്ഞൂടടോ, ഒറ്റയടിക്ക് ഉണ്ടാക്കിയിട്ടുള്ളതല്ലാന്ന്. ഇത്രയും കാലം ഇല്ലാത്തൊരു ചുമ്മാര് ഇപ്പൊ എവിടുന്നാ പൊട്ടി വീണേ? എന്തൂട്ട് അതിശയമാണ്ടപ്പ. ഇവിടെ അമ്മാമ്മ വീണ്ടും പറയുകയാണ്, ആ 8 മുറിയിൽ ആദ്യമായിട്ടൊരു മുറി പണിതത് നേരുകാരൻ റപ്പായിയുടെ അപ്പാപ്പനും അമ്മാമ്മയുമാണെന്ന്. പിന്നീട് ഓരോരുത്തരായിട്ട് വന്ന് ആ മുറിയോട് ചേർത്ത് മറ്റു മുറികൾ നിർമ്മിച്ച് അങ്ങനെ അവസാനം അത് 8 മുറി കെട്ടിടമായി. പലതവണ നിർമ്മിച്ചത് കൊണ്ടായിരിക്കാം അമ്മാമ്മ പറയുന്നു, ആ കെട്ടിടത്തിന്റെ നിൽപ്പ് കണ്ടാൽ അറിയില്ലേ, അത് കൊഞ്ഞനം കുത്തിയിട്ട് നിൽക്കുകയാണത്രേ. അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. അത് പലതവണ പണിതതാണെന്ന്. കോക്കാഞ്ചിറയുടെ ചരിത്രം അറിയുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഓർമ്മശക്തിയുള്ളത് അമ്മാമ്മയ്ക്കായിരുന്നു. അവിടെ ധാരാളം ആളുകൾ താമസിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. 8 വീട്ടിൽ തന്നെ ഏകദേശം 70ഓളം ആളുകൾ താമസിക്കുന്നുണ്ട്. എന്നാൽ ഈ കോക്കാഞ്ചിറയുടെ ചരിത്രം ശരിക്ക് അറിയാവുന്നത് ഈ അമ്മാമ്മയ്ക്കാണ്. അമ്മാമ്മ പറഞ്ഞാൽ അതിന് 2 അഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ മറിയഞ്ചേടത്തിയ പറഞ്ഞ കടുകടയ്ക്ക് വ്യത്യാസം ഉണ്ടാവില്ല എന്ന് ആളുകൾ പറയുന്നു. അതുകൊണ്ട് 8 മുറി 8 മുറിക്കാരുടേത് തന്നെ എന്ന് അവർ ഒന്നുകൂടി ഉറപ്പിച്ചു. അവിടെ ഒരു ചോദ്യമുണ്ട്, ആ 8 മുറിക്കാർ 8 മുറി 8 മുറിക്കാരുടേത് തന്നെ എന്ന് ഒന്നുകൂടി ഉറപ്പിക്കാൻ കാരണമെന്ത്? കോക്കാഞ്ചിറയുടെ ചരിത്രം അറിയാവുന്ന കൂട്ടത്തിൽ ഏറ്റവും ഓർമ്മശക്തിയും അറിവും മറിയഞ്ചേടത്തിക്കാണ്. മറിയഞ്ചേടത്തി ഉറപ്പിച്ച് പറയുകയാണ്, ആ 8 മുറി പണിതത് ചുമ്മാരൊന്നുമല്ല, മറിച്ച് അവിടെ വന്ന ആദ്യമായിട്ട് പണിതത് നേരുകാരൻ റപ്പായിയുടെ അപ്പാപ്പനും അമ്മാമിയുമാണ്. പിന്നീട് പല തവണയായിട്ട് പല ആളുകൾ വന്ന് 8 മുറികൾ പണിതു എന്ന്. ആ ചരിത്രം കൃത്യമായിട്ട് അറിയാവുന്ന മറിയഞ്ചേടത്തിയുടെ വാക്കുകൾ ആ 8 മുറിക്കാർ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ ഉറപ്പിച്ചത്, തീർച്ചയായിട്ടും ഇത് 8 മുറിക്കാരുടേത് തന്നെ എന്ന്. നമുക്ക് രേഖയൊന്നും വേണ്ട, മറിയഞ്ചേടത്തി പറഞ്ഞാ മതി. രേഖകൾക്കല്ല അവിടെ പ്രധാനം, വാക്കിനാണ്.
അത്രമാത്രം അവർ ആ അമ്മാമ്മയുടെ വാക്കിനെ വിശ്വസിക്കുന്നു. അത് കേട്ട് അമ്മാമ്മ ചിരിച്ചു. ആനി അഭിമാനത്തോടെ അമ്മാമ്മയെ ചാരി നിന്നു. തന്റെ അമ്മാമ്മയുടെ വാക്കുകളാണല്ലോ അവർക്ക് ഉറപ്പാക്കി കൊടുത്തത്. അതുകൊണ്ട് അമ്മാമ്മയുടെ ആ ഒരു അറിവിൽ ആനി അഭിമാനിക്കുകയാണ്. എട്ടുമുറിക്കാരും കോക്കാഞ്ചിറക്കാരും അമ്മാമ്മയുടെ വാക്കിന് വില കൽപ്പിക്കുന്നു. യമണ്ടൻ വാറുവിനെ ഓടിപ്പിക്കാനുള്ള ശക്തി അമ്മാമ്മയുടെ വാക്കുകൾക്കുണ്ട്. ആനി അഭിമാനത്തോടെ അമ്മാമ്മയെ ചാരി നിൽക്കാൻ എന്താണ് കാരണം? കാരണം ഇതാണ്: എട്ടുമുറിക്കാരും കോക്കാഞ്ചിറക്കാരും അമ്മാമ്മയുടെ വാക്കിന് വില കൽപ്പിക്കുന്നു. യമണ്ടൻ വാറുവിനെ ഓടിപ്പിക്കാനുള്ള ശക്തി അമ്മാമ്മയുടെ വാക്കുകൾക്കുണ്ട്. അമ്മാമ്മ ഇത് കേട്ടിട്ട് പറയുകയാണ്, എന്നാലും ഇപ്പറയുന്ന ചുമ്മാരും പത്രോസും തമ്മില് വല്ല എഴുത്തൂത്തും ഉണ്ടായിട്ടുണ്ടോന്ന് നോക്കിക്കോട്ടാ. നിന്റോടെ വല്ല രേഖയുണ്ടാ? റപ്പായിയോട് ചോദിക്കുകയാണ്. ചുമ്മാരും പത്രോസും തമ്മിൽ എന്തെങ്കിലും ഇടപാടുകൾ, സ്ഥലം സംബന്ധിച്ച എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. നേരുകാരൻ എറപ്പായി കൈമലർത്തി. പഴയ മുണ്ടുപെട്ടിയിൽ ചില പ്രാർത്ഥനാ പുസ്തകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുത്തൻ പാനയുടെയും വണക്കമാസ പുസ്തകത്തിന്റെയും ഉള്ളിൽ നിന്നും ഒന്നും കിട്ടിയില്ല. രൂപക്കൂടിന്റെ അടുത്ത് കമ്പിയിൽ കോർത്തിട്ടിരുന്ന കരിപിടിച്ച പഴയ കുറെ കടലാസുകളുണ്ട്. പഴയ കുറെ കടലാസുകളാണ് പിന്നെയുള്ള രേഖകൾ. അവിടെ റപ്പായിയുടെ കയ്യിൽ ആ സ്ഥലം സംബന്ധിച്ച രേഖകളൊന്നും തന്നെ കാണുന്നില്ല. പിന്നെ എന്തൊക്കെയാണ് റപ്പായിയുടെ കയ്യിലുള്ളത് എന്ന് നോക്കൂ. മരിച്ചറിയിപ്പുകളുണ്ട്, മാമോദീസ കണക്കുകൾ, പഴയ ചില എഴുത്തുകൾ, കഷായത്തിന്റെ കുറിപ്പുകൾ, 1-2 മേൽവിലാസങ്ങൾ, ചില രസീതുകൾ, സ്നേഹസീമയുടെ നോട്ടീസ്. സ്നേഹസീമ ഒരു പഴയ മലയാള സിനിമയാണ്, അതിന്റെ നോട്ടീസ്. ഇത്രയുമൊക്കെയായിരുന്നു കമ്പിയിൽ കോർത്തിട്ടിരുന്ന രേഖകൾ. അപ്പൊ നേരികാരൻ എറപ്പായിയുടെ വീട്ടിൽ കമ്പിയിൽ കോർത്തിട്ടിരുന്ന രേഖകൾ എന്തെല്ലാം എന്നൊരു ചോദ്യം വന്നാൽ ഉത്തരം: മരിച്ചറിയിപ്പുകൾ, മാമോദീസ കണക്കുകൾ, പഴയ ചില എഴുത്തുകൾ, കഷായത്തിന്റെ കുറിപ്പടികൾ, 1-2 മേൽവിലാസങ്ങൾ, ചില രസീതുകൾ, സ്നേഹസീമയുടെ നോട്ടീസ്. ഇത്രയും. അതുകൊണ്ടായില്ലല്ലോ യമണ്ടൻ വാറു എട്ടുമുറിക്കാർക്ക് നോട്ടീസ് കൊടുത്തു. എന്തിനേറെ പറയുന്നു, യമണ്ടൻ വാറു ഇതാ അവിടം വിട്ടൊഴിഞ്ഞു പോകുന്നതിനായിട്ട് ആ എട്ടുമുറിയിലെ താമസക്കാർക്ക് നോട്ടീസ് കൊടുക്കുകയാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ 8 മുറി പൊളിക്കാൻ പോവുകയാണ്. വാടകക്കാർ എത്രയും വേഗം സ്ഥലം ഒഴിഞ്ഞു തരണം. വാടകക്കാരാ? എന്തൊട്ടെന്ന് ഇയാള് പറയണേ? നമ്മളാരുടെയും വാടകക്കാരൊന്നുമല്ല. നമ്മളാർക്കെങ്കിലും വാടക കൊടുക്കണുണ്ടാ? ഇല്ലല്ലോ. നമ്മളോടാരും വാടക ചോദിച്ചിട്ടും ഇല്ല. ചോദിച്ചാലേ കൊടുക്കൂല. പിന്നെന്തുട്ട് വാടകക്കാര്? പോയി പണി നോക്കാൻ പറയടാ യമണ്ടനോട്. 8 മുറിക്കാർ നേരം വെളുത്താൽ അന്തിയോളം യമണ്ടൻ വാറുവിനെ തെറി പറഞ്ഞുകൊണ്ടിരുന്നു. അതിൽ യമണ്ടൻ വാറു സ്ഥലം ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് കൊടുത്തപ്പോൾ അവർ പ്രതികരിക്കുകയാണ്. അവർ വാടകക്കാരൊന്നുമല്ല, ഇതുവരെ ആർക്കും അവർ വാടക കൊടുത്തിട്ടില്ല. പിന്നെ തങ്ങളെ എന്തിനാണ് വാടകക്കാര് ഒഴിഞ്ഞു പോകാൻ പറയണം എന്ന് പറയുന്നത്? മാത്രവുമല്ല, അവർ അവരുടെ ദേഷ്യം അയാളെ തെറി പറഞ്ഞ് തീർത്തുകൊണ്ടുമിരുന്നു. നമ്മൾ എവിടേക്ക് പോവാനാണ്? അവന്റെ ബംഗ്ലാവിലേക്കാ. അവർ 8 മുറിയുടെ തിണ്ണകളിൽ ബലമായി കുത്തിയിരുന്നു. ഇവിടുന്ന് ഇറങ്ങുകയില്ല, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും എന്ന മട്ടിൽ അവർ അവിടെ കുത്തിയിരുന്നു. 8 മുറിക്കാർ ഒഴിഞ്ഞു കൊടുക്കരുത്. 10-40 വർഷമായിട്ട് അവർ അവിടെ താമസിക്കുന്നവരാണ്. അങ്ങനെയൊന്നും അവരെ ഒഴിപ്പിക്കാൻ വകുപ്പില്ല. ഇതാ പുതിയൊരു കഥാപാത്രം കഥയിലേക്ക് വരികയാണ്. കുട്ടിപ്പാപ്പനാണത്. കുട്ടിപ്പാപ്പൻ ആനിയുടെ അപ്പന്റെ അനുജനാണ്. അയാൾ പറയുന്നു, 8 മുറിക്കാർ ഒരു കാരണവശാലും ഒഴിഞ്ഞു കൊടുക്കരുത്. അവർ 10-40 വർഷമായിട്ട് അവിടെ താമസിക്കുന്നവരാണ്. അങ്ങനെ താമസിക്കുന്നവരെ ഒഴിപ്പിക്കാൻ ഒരു നിയമവുമില്ല. എന്റെ ചത്തുപോയ അപ്പൻ കുഴിന്ന് ഏറ്റുവന്നിട്ടാ പറയണ്. ട്ടിയോ കത്തിരോ 8 മുറിയാ ഒഴിഞ്ഞു കൊടുക്ക്.
എന്നാലും ഞാൻ ഒഴിഞ്ഞു കൊടുക്കില്ല പ്രാഞ്ചിയേട്ടാ. കത്തിരുവിന്റെ തീരുമാനം തന്നെയായിരുന്നു എട്ടുമുറിക്കാർക്ക് മുഴുവനും. ആ എട്ടുമുറിയിലെ ഒരു താമസക്കാരനാണ് കത്തിരു. കത്തിരു പറയാണ്, എന്റെ അപ്പൻ ചത്തുപോയി, അദ്ദേഹം കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കില്ല. കുട്ടിപ്പാപ്പന്റെ പേരാണ് ഫ്രാൻസിസ്. ഇപ്പോ സ്നേഹത്തോടെ എല്ലാവരും പ്രാഞ്ചിയേട്ട എന്ന് വിളിക്കും. പക്ഷേ നോട്ടീസിന്റെ സമയം കഴിഞ്ഞ അന്ന് എമണ്ടൻ വാറു ആളെ കൂട്ടി വന്നു. കുരിശുമണി കൊട്ടിയ നേരത്താണ് വരവ്. വന്നവർ അകത്തേക്ക് ഇരച്ചു കയറി കണ്ടതൊക്കെ എടുത്ത് പുറത്തേക്കിട്ടു. എട്ടുമുറിയിലെ ആണുങ്ങൾക്കാർക്കും ആ നേരത്ത് കാല് നിലത്തുറയ്ക്കാറില്ല. ഒരു ദിവസം നോട്ടീസിന്റെ കാലാവധി കഴിഞ്ഞ ദിവസം വൈകുന്നേരമായപ്പോൾ സന്ധ്യാസമയത്ത് എമണ്ടൻ വാറു അയാളുടെ ആളുകളെയും കൂട്ടി അവിടെ എത്തുകയും വീടുകളിൽ കയറി സാധനങ്ങളൊക്കെ വലിച്ച് പുറത്തേക്കിടുകയും ചെയ്തു. ആ സമയത്ത് ഒരു പ്രത്യേകതയുണ്ട്. കൊക്കാഞ്ചിറയിലെ ആ എട്ടുമുറി വീട്ടിലെ ആണുങ്ങളൊക്കെ മദ്യപിച്ച് കാലുകുഴഞ്ഞ് ബോധമില്ലാതെ നിൽക്കുന്ന സമയമായിരിക്കും. അപ്പൊ അവർക്ക് പ്രതികരിക്കാനോ ഈ വന്നവരോട് എതിരിടാനോ ഉള്ള ശക്തിയൊന്നും ഉണ്ടാവുകയില്ല. അവർ ചോദിക്കുന്നു, ആണ്ടാ വാഴുണ്ടാ എന്ന് ചോദിച്ച് അവർ ആടിയാടി നിന്നു. അവരുടെ വാക്കുകളൊക്കെ കള്ളു കുടിച്ചിട്ട് കുഴഞ്ഞിരിക്കുകയാണ്. പെണ്ണുങ്ങളാണ് ചൂലും വിറകുകൊള്ളിയും കൊണ്ട് വാറുവിന്റെ ആൾക്കാരെ അടിച്ച് പുറത്താക്കാൻ നോക്കിയത്. ഒരുപാട് ചട്ടിക്കലങ്ങൾ ഉടഞ്ഞു. അരിവച്ച പാത്രങ്ങൾ മുറ്റത്തേക്കെറിഞ്ഞ് അരിയും ഉപ്പും മണ്ണെണ്ണയും ഒക്കെ കൂടി ഒന്നായി. കുട്ടികൾ വാവിട്ടു കരഞ്ഞു. ഏതോ മുറിയിൽ മണ്ണെണ്ണ ചിമ്മിനി തട്ടിത്തെറിച്ച് തീ പിടിച്ചതോടെ എട്ടുമുറിയിലെ കൂട്ട നിലവിളിയായി. ആളുകൾ ഓടിക്കൂടി തീ കെടുത്തി. വാറുവിന്റെ ആൾക്കാർ തൽക്കാലം സ്ഥലം വിട്ടു. പിന്നെയും വാറുവിന്റെ ആൾക്കാർ വരുമെന്ന് പേടിച്ച് ഒരുപാട് പേർ എട്ടുമുറിക്ക് കാവലിരുന്നു. ആനിയും അമ്മാമയും ഒക്കെ പാതിരാത്രി കഴിഞ്ഞിട്ടും എട്ടുമുറിയിൽ തന്നെ ഇരുന്നു. അങ്ങനെ എമണ്ടൻ വാറു നോട്ടീസ് നൽകി കഴിഞ്ഞതിന് ശേഷം ആ തീയതി കഴിഞ്ഞപ്പോൾ തന്നെ അയാളുടെ ആളുകളുമായിട്ട് വന്ന് എട്ടുമുറിയിലെ വീടുകളിലെ ആളുകളെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. വീടിന്റെ അകത്ത് കയറി സാധനങ്ങളെല്ലാം വലിച്ച് പുറത്തേക്കിടുന്നു. ആണുങ്ങളാകട്ടെ ആ സമയത്ത് മദ്യപിച്ചിട്ട് ഒരു ബോധവുമില്ലാത്ത അവസ്ഥയിലാണ്. ഇത് മനസ്സിലാക്കിയായിരിക്കാം ഒരുപക്ഷെ ആ സമയം നോക്കി തന്നെ എമണ്ടൻ വാറു ആളുകളെ കൊണ്ട് അവിടെ എത്തിയത്. എന്നാൽ ആ വീടുകളിലെ സ്ത്രീകൾ വെറുതെ ഇരുന്നില്ല. അവർ അവരുടെ ആയുധങ്ങൾ എന്തൊക്കെയാണ്, ചൂല്, വിറക്, ഇതൊക്കെ കൊണ്ട് ആ വന്നവരെ എതിരിടുന്ന ഒരു ചിത്രം നമുക്കിവിടെ കാണാൻ സാധിക്കും. എങ്കിലും വളരെയധികം നാശനഷ്ടങ്ങൾ വരുത്താൻ ആ വന്നവർക്ക് സാധിച്ചു. ഏതോ ഒരു മുറിയില് മണ്ണെണ്ണ വിളക്കും അറിഞ്ഞിട്ട് ചെറിയ ഒരു തീപിടുത്തവും ഉണ്ടായി. അങ്ങനെ എല്ലാവരും ആകെ പേടിക്കുകയാണ്. അങ്ങനെ ആ ദിവസം കടന്നുപോയി. അന്ന് വന്നില്ലെങ്കിലും 3 ദിവസം കഴിഞ്ഞ് പിന്നെയും എമണ്ടൻ വാറുവിന്റെ അറിയിപ്പുണ്ടായി. ഉടനെ എട്ടുമുറി ഒഴിഞ്ഞു കൊടുക്കണം, ഒഴിഞ്ഞില്ലെങ്കിൽ പോലീസിനെ കൊണ്ടുവരും. എമണ്ടൻ വാറു വീണ്ടും ഭീഷണി മുഴക്കുകയാണ്. പെട്ടെന്ന് തന്നെ എട്ടുമുറിയിലെ താമസക്കാർ ഒഴിഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ പോലീസിനെ കൊണ്ടുവന്ന് ഒഴിപ്പിക്കും. ഈ സമയത്ത് നമ്മൾ കുട്ടിപ്പാപ്പനെ കുറിച്ച് പഠിച്ചല്ലോ. ഫ്രാൻസിസ് എന്ന കുട്ടിപ്പാപ്പൻ അത്യാവശ്യം വിദ്യാഭ്യാസവും വിവരവുമുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹം ഒരു രോഗിയാണ്. സ്വയം നടക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല, കിടപ്പാണ്. പക്ഷെ മനസ്സിലെ തീവ്രമായ സമരാവേശം നിറച്ചു വച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് കുട്ടിപ്പാപ്പൻ. 1950കളിലെ വിമോചന സമരത്തിന്റെ ഓരോ ചിന്തകളും അദ്ദേഹത്തിന്റെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കണം. ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വിപ്ലവാവേശം അദ്ദേഹത്തിന്റെ രക്തത്തില് അലിഞ്ഞു ചേർന്നിരിക്കണം. അതുകൊണ്ടായിരിക്കാം AKG തുടങ്ങിയ സമരനായകന്മാരെ അദ്ദേഹം വീരാരാധനയോടെ കാണുന്നത്. കുട്ടിപ്പാപ്പൻ എന്താണ് ചെയ്യുന്നത്? ഈ എട്ടുമുറിക്കാരെ ഒഴിപ്പിക്കാൻ എമണ്ടൻ വാറു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആളുകളെ കൊണ്ടുവന്ന് വീടുകളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക, പോലീസിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക, ഇങ്ങനെയുള്ള സമയത്ത് നമ്മുടെ കുട്ടിപ്പാപ്പൻ ആനിയെ കൊണ്ട് കത്തുകൾ എഴുതിപ്പിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിലേക്കും കത്തുകൾ എഴുതിപ്പിക്കുന്നു. ആ കത്തുകളിൽ എട്ടുമുറിക്കാരുടെ അവസ്ഥയും ഒഴിപ്പിക്കരുത്, അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളുമാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്.
അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. കുട്ടിപ്പാപ്പൻ ആനിയെ കൊണ്ട് ഒരുപാട് കത്തുകൾ എഴുതിച്ചു. എട്ടുമുറിക്കാരെ കുടിയൊഴിപ്പിക്കരുതെന്ന് എല്ലാ കത്തിലും വിനീതമായി അപേക്ഷിച്ചിരുന്നു. എമണ്ടൻ വാറുവിനും കുട്ടിപ്പാപ്പൻ കത്തുകൾ എഴുതി. ആ കത്തിൽ ഒരു മൂലയ്ക്കൽ ആനി സ്വന്തം ഇഷ്ടപ്രകാരം ഒരു തലയോടും 2 അസ്ഥി കഷ്ണങ്ങളും വരച്ചു വച്ചു. അപ്പൊ ആനിക്ക് എമണ്ടൻ വാറുവിനോടുള്ള വൈരാഗ്യം, ശത്രുത എത്ര വലുതാണെന്ന് നോക്കൂ. കുട്ടിപ്പാപ്പൻ എമണ്ടൻ വാറുവിനും കത്തെഴുതി, 8 വീട്ടുകാരെ ഒഴിപ്പിക്കരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട്. പക്ഷെ ആനിയാണ് ആ കത്തെഴുതി കൊടുക്കുന്നത്. ആ കത്തിൽ ആനിയുടെ ദേഷ്യം ആനി കാണിക്കുന്നത് ഒരു തലയോട്ടിയും അതുപോലെ 2 അസ്ഥി കഷ്ണങ്ങളും. നമ്മൾ കണ്ടിട്ടില്ലേ, അപായം എന്ന് കാണിക്കുന്ന ആ ഒരു ചിഹ്നം. കൊച്ചച്ഛനുള്ള കത്തിൽ ആനി പ്രത്യേകം ഈശോ മിശിഹായ്ക്ക് സ്തുതിയും വീട്ടിലെല്ലാവർക്കും പ്രത്യേകിച്ച് കുട്ടിപ്പാപ്പനും സുഖമാണെന്നും എഴുതി ചേർത്തു. കുട്ടിപ്പാപ്പൻ പറഞ്ഞു കൊടുക്കുന്നത് കൂടാതെ ആനിയുടെ ചിന്തയിലുള്ള മനസ്സിലുള്ള കാര്യങ്ങൾ കൂടി ഈ കത്തിൽ കുട്ടിപ്പാപ്പൻ അറിയാതെ എഴുതി ചേർക്കുന്നുണ്ട്. കൊച്ചച്ഛനുള്ള കത്തിൽ എല്ലാവർക്കും സുഖവും ഈശോ മിശിഹായ്ക്ക് സ്തുതിയും ഒക്കെ പറഞ്ഞ് അവൾ എഴുതി കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് സങ്കടം വന്നത്. കാരണമുണ്ട്. അവളുടെ വീട്ടിൽ എല്ലാവർക്കും സുഖമാണോ? ഒരിക്കലുമല്ല. മുഖം പുറത്തു കാണിക്കാതെ പോയി അഴക്കയുടെ ചോട്ടിലെ ഇരുട്ടിൽ കുറേശ്ശെ അലിഞ്ഞു പോകുന്ന വല്യമ്മായി, എവിടെയെന്നറിയാതെ അലഞ്ഞു തിരിയുന്ന നോനു അമ്മായിയും ബേബിയും, മിണ്ടാട്ടമേ ഇല്ലാതായ അമ്മ, ചിരിക്കാത്ത ചിന്നമ്മ, 2000 രൂപ കൊടുക്കാത്തതുകൊണ്ട് കുഞ്ഞിപ്പാലു വീട്ടിലേക്ക് വിടാത്ത ചീയമ്മ, ഓരോരോ വേദനകൾ കൊണ്ട് നോക്കി നിൽക്കെ വയസ്സാവുന്ന അമ്മാമ്മ, ആനിയോട് പോലും സന്തോഷത്തോടെ മിണ്ടാറില്ലാത്ത കുട്ടിപ്പാപ്പൻ. ആനിയുടെ വീട്ടിലെ ആ അവസ്ഥയാണ് നമ്മളിവിടെ പഠിച്ചത്. ആനിയുടെ വീട്ടിൽ ആർക്കും സന്തോഷമില്ല. എല്ലാവരും ഓരോ വിധത്തിലുള്ള ദുഃഖത്തിൽ ആണ്ടുപോയവരാണ്. അത് എഴുതി കഴിഞ്ഞപ്പോൾ ആനിക്ക് സങ്കടം വന്നു. ആനിക്ക് സങ്കടം വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാം ആനി ചിന്തിക്കുന്നത് നോക്കൂ. വീട്ടിൽ എല്ലാവർക്കും, ആനിയുടെ വീട്ടിൽ ആർക്കും തന്നെ സന്തോഷമില്ല, സുഖമില്ല. മുഖം പുറത്തു കാണിക്കാതെ പോയി അഴക്കയുടെ ചോട്ടിൽ ഇരുട്ടിൽ കുറേശ്ശെ അലിഞ്ഞു പോകുന്ന വല്യമ്മായിയാണുള്ളത്. എവിടെയെന്നറിയാതെ അലഞ്ഞു തിരിയുന്ന നോനു അമ്മായിയും ബേബിയും, മിണ്ടാട്ടമേ ഇല്ലാതായ അമ്മ, ചിരിക്കാത്ത ചിന്നമ്മ, 2000 രൂപ കൊടുക്കാത്തത് കൊണ്ട് കുഞ്ഞിപ്പാലു വീട്ടിലേക്ക് വിടാത്ത ചീയമ്മ, ഓരോരോ വേദനകൾ കൊണ്ട് നോക്കി നിൽക്കെ വയസ്സാവുന്ന അമ്മാമ്മ, ആനിയോട് പോലും സന്തോഷത്തോടെ മിണ്ടാറില്ലാത്ത കുട്ടിപ്പാപ്പൻ. ഇതെല്ലാമാണ് ആനിയുടെ വീട്ടിലെ അവസ്ഥ, അല്ലെങ്കിൽ ആനിക്ക് സങ്കടം വരാനുള്ള കാരണങ്ങൾ. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അങ്ങനെ കത്തുകളെല്ലാം എഴുതി കഴിഞ്ഞു. അവസാനത്തെ ഒരു കത്തുകൂടിയുണ്ട്. അത് ആർക്കാണ്? അവസാനത്തെ കത്ത് മാത്രം കുട്ടിപ്പാപ്പൻ ആനിയെ കൊണ്ട് എഴുതിച്ചില്ല. അത് അയാൾ സ്വന്തം കൈകൊണ്ടെഴുതി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കത്ത്. കുട്ടിപ്പാപ്പൻ പറഞ്ഞു. അപ്പോൾ കുട്ടിപ്പാപ്പന്റെ മുഖത്ത് ഒരു ജീവൻ വീണു. കത്തെഴുതി കഴിഞ്ഞിട്ട് കുട്ടിപ്പാപ്പൻ ആനിക്കത് വായിക്കാൻ കൊടുത്തു. അത് ഏറ്റവും പ്രിയപ്പെട്ട AKGക്ക് എഴുതിയ കത്തായിരുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ പ്രമുഖനായിരുന്നു AK ഗോപാലൻ. AKG എന്നറിയപ്പെടുന്ന AK ഗോപാലൻ. കുട്ടിപ്പാപ്പൻ സ്വന്തം കൈകൊണ്ടെഴുതിയ ആ കത്ത് AKGക്കുള്ളതായിരുന്നു. കത്തിലെ കാര്യങ്ങളിൽ അധികവും ആനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളായിരുന്നു. എമണ്ടൻ വാറു എട്ടുമുറിക്കാരെ കുടിയൊഴിപ്പിക്കുകയാണെന്നും കാര്യങ്ങൾ അയാൾക്ക് അനുകൂലമായിട്ടാണ് നീങ്ങുന്നതെന്നും കുട്ടിപ്പാപ്പൻ എഴുതിയത് വായിച്ചപ്പോൾ ആനിക്ക് അത്ഭുതം തോന്നി. അപ്പോൾ അമ്മാമ്മ പറഞ്ഞ കാര്യങ്ങൾ കുട്ടിപ്പാപ്പന് വിശ്വാസമില്ലേ? എന്തു വന്നാലും എമണ്ടൻ വാറു തോൽക്കുമെന്നാണ് ആനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് സത്യമാണ് അമ്മാമ്മ പറയുന്ന കാര്യങ്ങൾ. കുട്ടിപ്പാപ്പൻ കത്തിൽ എമണ്ടൻ വാറു ജയിക്കുമെന്ന്, എമണ്ടൻ വാറുവിന് ആ പുത്തൻ 8 വീടുകൾ കിട്ടുമെന്ന് എഴുതിയപ്പോൾ ആനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആനി അമ്മാമ്മയുടെ വാക്കുകളാണ് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. അമ്മാമ്മ പറയുകയുണ്ടായല്ലോ, അത് 8 വീട്ടുകാരുടേതാണ്, അല്ലാതെ എമണ്ടൻ വാറുവിന്റെ അപ്പാപ്പൻ പണിതതല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. അമ്മാമ്മയുടെ വാക്കുകളാണ് ആനിക്ക് സ്വീകാര്യം.
വേണ്ടി വന്നാൽ എട്ടുമുറിയുടെ മുമ്പിൽ നിരാഹാരം തുടങ്ങാൻ താൻ തയ്യാറാണെന്ന് കുട്ടിപ്പാപ്പൻ എഴുതിയിരിക്കുന്നു. അങ്ങനെ നിരാഹാരം തുടങ്ങുകയാണെങ്കിൽ അത് മരണം വരെ ആയിരിക്കും. എന്നാലും എട്ടുമുറി ഒഴിപ്പിക്കാൻ പാടില്ല. അത്തരം ഒരു സമരത്തിന് വേണ്ട ഉപദേശങ്ങൾ തരണം. അതിനാണ് കുട്ടിപ്പാപ്പൻ AKGക്ക് കത്തെഴുതുന്നത്. കുട്ടിപ്പാപ്പൻ AKGക്ക് കത്തെഴുതിയത് എന്തിനാണ്? കാരണമുണ്ട്. എട്ടുമുറിയിൽ താമസിക്കുന്ന ആളുകളെ അവിടെ നിന്നും ഇറക്കാൻ എമണ്ടൻ വാറു എന്ന മുതലാളി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുന്നതിൽ കുട്ടിപ്പാപ്പന് എതിർപ്പാണ്. അവരെ അവിടെ നിന്നും കുടിയൊഴിപ്പിക്കാതിരിക്കാൻ വേണ്ടി അയാൾ നിരാഹാര സമരം നടത്താൻ തീരുമാനിക്കുന്നു. ആ നിരാഹാര സമരം മരണം വരെ അയാൾ തുടരുമെന്നും പറയുന്നു. അതിനുവേണ്ട നിർദ്ദേശങ്ങൾ ആണ് AKGയോട് ചോദിക്കുന്നത്. ജീവനേക്കാൾ സ്നേഹിച്ചതിലൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും കുട്ടിപ്പാപ്പൻ എഴുതി. ഇത്രയുമാണ് ആനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. കുട്ടിപ്പാപ്പൻ AKGക്ക് എഴുതിയ കത്തിലെ വിശദാംശങ്ങൾ എന്ത് എന്നൊരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ആ പാരഗ്രാഫിൽ വരുന്നത്. ഇത്രയും സുഖമില്ലാത്ത കുട്ടിപ്പാപ്പൻ എങ്ങനെയാണ് എട്ടുമുറിയിലെത്തുക? അവിടുന്ന് കുറച്ചുകൂടി പോകണ ആ സ്ഥലത്തേക്ക്. ആനി ആലോചിച്ചു. എടുത്തുകൊണ്ടുപോയി കിടത്തേണ്ടി വരുമെന്ന് കുട്ടിപ്പാപ്പൻ പറഞ്ഞു. മരണം വരെ നിരാഹാരം എന്നതിന്റെ ഗൗരവം ആനിക്ക് അറിയില്ലായിരുന്നു. എന്നിട്ടും മരണം വരെ എന്ന വാക്ക് വെട്ടട്ടെ എന്നവൾ ചോദിച്ചു. കുട്ടിപ്പാപ്പൻ ചിരിച്ചു. ആ ചിരിയുടെ അർത്ഥം അറിയാവുന്നതുകൊണ്ട് ആനി സങ്കടപ്പെട്ടു. അവൾ എല്ലാ കത്തുകളുടെയും ഒരരികിൽ എഴുതി ചേർത്തു. എട്ടുമുറിയുടെ മുന്നിൽ കുട്ടിപ്പാപ്പൻ മരണം വരെ നിരാഹാരം കിടക്കാൻ പോവുകയാണെന്ന്. എന്നാൽ ആനി എല്ലാ കത്തിലും അതിന്റെ താഴെ എഴുതി ചേർക്കുകയാണ് അവളുടെ കുട്ടിപ്പാപ്പൻ മരണം വരെ നിരാഹാരം കിടക്കാൻ പോവുകയാണെന്ന വിവരം. ആനിയുടെ കത്ത് കിട്ടിയതും കൊച്ചച്ഛൻ വന്നു. കൊച്ചച്ഛൻ വർഷങ്ങൾക്ക് ശേഷം വരികയാണ്. ഇതിനിടയ്ക്ക് ഒരു ദിവസം കുട്ടിപ്പാപ്പനെ വെല്ലൂർക്ക് കൊണ്ടുപോകാൻ വരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് കൊച്ചച്ഛൻ എഴുതിയിരുന്നു. വേണ്ടെന്ന് കുട്ടിപ്പാപ്പൻ എഴുതിയതുകൊണ്ട് വരാത്തതാണ്. കൊച്ചച്ഛൻ ഇപ്പോൾ കൊച്ചച്ഛനല്ല, വികാരി അച്ഛനാണ്. കൊച്ചച്ഛൻ ആകെ മാറിപ്പോയിരിക്കുന്നു. മെലിഞ്ഞു നീണ്ട ഒരാൾ. മുഖത്തെ എല്ലുകൾ പൊന്തി നിൽക്കുന്നു. താടിയും മുടിയും നരച്ചിരിക്കുന്നു. കൊച്ചച്ഛൻ ചിരിക്കുമ്പോൾ മാത്രമാണ് അത് കൊച്ചച്ഛനാണെന്ന് അറിയുക. ആനിയുടെ ചിന്തകളിൽ കൊച്ചച്ഛന്റെ ചിത്രം നോക്കൂ. കൊച്ചച്ഛൻ വളരെയധികം മാറിപ്പോയിരിക്കുന്നു. ഇപ്പോൾ കൊച്ചച്ഛനല്ല, പള്ളിയിലെ വികാരി അച്ഛനാണ്. രൂപമാകെ മാറിയിരിക്കുകയാണ്. മെലിഞ്ഞു നീണ്ട ഒരാൾ. മുഖത്തെ എല്ലുകൾ പൊന്തി നിൽക്കുന്നു. താടിയും മുടിയും നരച്ചിരിക്കുന്നു. കൊച്ചച്ഛൻ ചിരിക്കുമ്പോൾ മാത്രമാണ് അത് കൊച്ചച്ഛനാണെന്ന് അറിയുക. കൊച്ചച്ഛൻ വാതിലിൽ മുട്ടിയപ്പോൾ വാതിൽ തുറന്നുകൊടുത്തത് ആനിയാണ്. ആനിയെ കണ്ടതും കൊച്ചച്ഛൻ അത്ഭുതപ്പെട്ട് നിന്നു. ഈശോ മിശിഹായെ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചച്ഛൻ ആനിയുടെ തലയിൽ കൈവച്ചു. കൊച്ചച്ഛൻ അവളുടെ കൈ പിടിച്ചു നോക്കി. താടി പിടിച്ചുയർത്തി മുഖത്തുറ്റു നോക്കി. കൊച്ചച്ഛൻ അവളെ വാത്സല്യത്തോടെ നോക്കുകയാണ്. അവളെ സ്നേഹിക്കുകയാണ്. നമുക്ക് ഈ പാഠം ഇപ്പോൾ ഇത്രയും പഠിക്കാം. ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരെ